നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾ ഡിസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വന്തം. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വ്ലോഗാണ്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് പല്ലൊക്കെ തെച്ച് മോക്കൈ ഫ്രഷ് ആയിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ പോയി വന്നോളൂ. ഞാനിപ്പോൾ ബാത്റൂമിൽ പോകുന്ന സ്ഥലത്ത് വന്നിരിക്കാൻ പറമ്പിൽ വന്നിരിക്കുകയാണ്. ശ്രുതി രാവിലെ എനിക്ക് മുന്നേ എണീറ്റ് പോകുമ്പോൾ 4 മണിക്കൊക്കെ എണീറ്റ് പോകും. കാരണം ഇവിടെ റബ്ബർ ഓട്ടം കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് ശ്രുതി എനിക്ക് മുന്നേ എണീറ്റ് പോകും. അപ്പോൾ ശ്രുതി ബാത്റൂം പോയിട്ടുണ്ട്. ശ്രുതി എനിക്ക് മുന്നേ എണീറ്റെന്ന് അറിയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഓഫാക്കിയിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന ബൾബ് ലൈറ്റ് കത്തുന്നില്ല, ബൾബ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രുതി എണീറ്റിട്ടുണ്ട്. അങ്ങനെ ശ്രുതി രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രുതി എല്ലാ ദിവസം പോകുന്നത് 4 മണിക്ക് 5 മണിക്ക് മുമ്പ് എണീറ്റ് ബാത്റൂം പോകും. നമ്മളങ്ങനെ ബാത്റൂം പോകുന്നത് നമുക്ക് വിശാലമായി കിടക്കുന്ന പറമ്പാണ് ബാത്റൂം പോകാനുള്ളത്, അല്ലാതെ നമുക്ക് ടോയ്ലറ്റൊന്നും ഇല്ല. അപ്പോൾ ശ്രുതി എന്തായാലും ബാത്റൂമൊക്കെ പോയിട്ട് വീണ്ടും കിടന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് വന്ന് ബാത്റൂമിലൊക്കെ പോയി ഇപ്പോൾ വന്നേ പല്ലൊക്കെ വെച്ച് പ്രശ്നം വന്നേ ഉള്ളൂ. അധികം ആയിട്ടില്ല. രാവിലത്തെ ക്ലൈമറ്റ് വളരെ അടിപൊളി ക്ലൈമറ്റാണ്. ഒരുമാതിരി എന്താ പറയുക, തണുപ്പും വെയിലുള്ള ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ഇഷ്ടമുള്ള ക്ലൈമറ്റാണ്. ശ്രുതിക്ക് ക്ലൈമറ്റ് ഇഷ്ടമില്ല. കാരണം കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ച് വേനൽക്കാറ്റടിച്ച് സ്കിന്നൊക്കെ വരണ്ടു പോകുന്ന ശ്രുതി പറയാറ്. പക്ഷേ എനിക്കതിൻ്റെ പ്രശ്നം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്കിന്ന് വരണ്ടോന്നല്ല, ഈ കാറ്റടിക്കുന്ന ക്ലൈമറ്റ് ഇഷ്ടമുള്ള ക്ലൈമറ്റാണ്. നമുക്കെന്തായാലും ശ്രുതി തന്നെ എണീക്കണം, വെയിറ്റ് ചെയ്യാം. പോയിട്ട് വീട്ടിനകത്ത് കുറച്ചും നടപ്പൊന്ന് ബുക്ക് വായിച്ചിരിക്കും. ശ്രുതി എണീക്കുന്നതായിരിക്കും, കാണിച്ചു തരാം. അപ്പോൾ അതാണ് എൻ്റെ ടൈം പാസ് അതായിരിക്കും. അപ്പോൾ ശ്രുതി എണീറ്റ് വരുന്നതായിരിക്കും ഞാൻ ബുക്ക് വായിച്ചിരിക്കും. അവളെ നേരത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. കാരണം അവളെ നേരത്തെ എണീറ്റ് അവളുടെ ഉറക്കം അത്രയും പോയതല്ലേ. ഇപ്പം കാലത്ത് എല്ലാവരും എണീച്ച് വരുന്ന മുന്നേ അവൾ ബാത്റൂം പോകാൻ എണീറ്റ് അവളുടെ ഉറക്കം പോയിട്ടുള്ള. അപ്പോൾ കുറച്ച് കിടന്ന് തുടങ്ങിക്കോട്ടെ. അവളുടെ ക്ഷീണം മറന്നോടെ എണീറ്റും ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിയുടെ ആവശ്യമില്ല. സാധാരണ ഞാൻ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് വേണ്ടാന്ന് തോന്നി കിടന്നിട്ട് നമുക്കൊരു കുറച്ച് ബുക്ക് വായിച്ചിരിക്കാം. അതാണ് ഞാൻ ചെയ്യുന്ന നേരത്തെ റെഡി. എൻ്റെ പുറത്തിരിക്കുന്ന ക്ലാസ്സിൽ ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ വായിക്കുന്ന ബുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേസ് ഞാൻ വായിക്കുന്ന ബുക്ക്. ഞാൻ ഈ ബുക്കാണ് വായിക്കണം. കുറച്ച് ബുക്ക് വായിച്ചിരിക്കാം. ശ്രുതി എണീറ്റ് വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. ശ്രുതി രാവിലെ വെച്ച് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. വീടൊക്കെ അടിച്ച് വീണ്ടും പുറമൊക്കെ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ കുറച്ച് ദിവസം ഉണ്ടായില്ല. അപ്പോൾ വീട് ഫ്രണ്ടൊക്കെ നല്ല കരിയിലേക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വൃത്തിയാക്കട്ടെ. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്താ തേങ്ങ വലുതോട്ടെ. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടി കായ്ക്കാത്ത പപ്പായ ആവില്ല, കായ്ക്കുന്ന പപ്പായ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല അന്ന് തന്നെ. ശ്രുതി അടിച്ച് വൃത്തിയാക്കട്ടെ. ശ്രുതി അടിച്ചോടി ഏകദേശം ഇവിടെ എത്തി. അടിച്ചോടി കൊണ്ടിരിക്കുകയാണ്. അടിച്ചോടി തീർന്നിട്ടില്ല. തീയിടാനുള്ള തീയിടുന്നുണ്ട്. തേങ്ങ തീയിടുന്നുണ്ടോ? തീയിടണം. തീയിട്ട് വൃത്തിയാക്കണം. വലിയ ശരിയാവില്ല. കരിയിൽ നമ്മൾ കുറച്ച് ദിവസം മാറുന്നപ്പോഴേക്കും കൂടിയിട്ടുണ്ട്. അപ്പോൾ തീയിടണം. തീയിടുമ്പോൾ അതുപോലെ പാമ്പൊക്കെ ഇല്ലാതിരിക്കട്ടെ. ഒരു പ്രാവശ്യം ശ്രുതി തീയിട്ട് പോയിട്ട് ആ ചാമ്പൽ നോക്കിയപ്പോൾ ഒരു പാമ്പ് ചത്തിറക്കുണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പാമ്പ് ഉണ്ടായിരുന്നു അറിയാൻ ഓടിയാണ്. തീയിടൂലായിരുന്നു, ഓടിക്കളഞ്ഞാണേ. അല്ലേ ശ്രുതി? അതാണ് അതിൻ്റെ പ്രത്യേകത. വേറെ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ യൂട്യൂബ് ബ്ലോഗിൽ ഒരു തെറി പറഞ്ഞത് അത് എന്നെ ശ്രുതി ഞാൻ തേങ്ങ കേട്ടുകൊണ്ടായപ്പോൾ സ്നേഹത്തോട് പറഞ്ഞ തെറിയാണ്. പക്ഷെ അത് വലിയ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര തെറി വിളിക്കുന്ന ആളുകളാണ്. അത് എടുത്ത് അതാണ്. എല്ലാവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. നമ്മളെല്ലാം അത് അറിയാതെ വെന്നും പോകും. അതാണ് അതിൽ പെട്ട ഒരു പരിപാടി. അല്ലാതെ ഈ ലോകത്ത് എല്ലാവരും ചീത്ത വിളിക്കുന്ന ആൾക്കാർ, ഒരാള് പോലും ഞാൻ വിളിച്ച തെറി പോലും വിളിക്കാത്ത ആൾക്കാർ ഈ ലോകത്തില്ല. അത്രയും ചെറിയ തെറി ആ തെറി വിളിക്കാത്തവരായിട്ട് മലയാളമായിട്ടുള്ള ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സ്കൂളിൽ എല്ലാ പിള്ളേരും വിളിക്കുന്ന തെറിയൊക്കെ തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതൽ സ്കൂളിലൊക്കെ വിളിച്ചിട്ടുള്ള തെറിയൊക്കെ തന്നെ. പക്ഷേ ഞാൻ തെറി വിളി നിർത്തിയിട്ട് കുറച്ചായി. ശ്രുതി അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ അതിൻ്റെ സ്നേഹത്തിൽ വന്ന ഒരു തെറിയാണ്. അതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഈ പറഞ്ഞ തെറി വെച്ചിട്ടാണ്. പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും സ്നേഹത്തോടെ നമ്മൾ ഈ തെറി പറഞ്ഞ് വിളിക്കാറുമുണ്ട്. അതാണ്. അപ്പോൾ തെറി പറഞ്ഞു തെറി കേട്ടതും സോറി ഗൈസ്. നമ്മൾ അത് എഡിറ്റിംഗ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉറപ്പാണ് കട്ട് റിമൂവ് ചെയ്താണ്. അങ്ങനെ ഒരു തീ കത്തിച്ച് കഴിഞ്ഞു ഗൈസ്. അത് നല്ല ഒരു ഡേ മാസം. ഇനി ഈ ഒരു കൊനം കൂടെ കത്തിക്കണ്ട്. ഞാൻ പോയിട്ട് അപ്പുറത്ത് പോയിക്കോട്ടെ. ഞാൻ അപ്പുറത്ത് പോയിക്കോട്ടെ. ഇനി ഇതും കൂടി കത്തിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അടുത്തത് ഏകദേശം കത്തി തീരാനൊക്കെ ഇതും കൂടി കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ തീ അങ്ങോട്ടേക്കും കാറ്റടിച്ച് പറന്നു കഴിഞ്ഞാൽ പണി പാളും. ശരിക്കും പറഞ്ഞാൽ ആണ് വേറൊരു പ്രശ്നം. പറമ്പ് ഫുള്ളും കത്തിക്കഴിഞ്ഞാൽ മൊത്തം സീനാവും. അപ്പോൾ ഈ സ്ഥലത്തെ കൂനേശം കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളവരുടെ നോക്കാം. ശ്രുതി പല്ല് വെക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ശ്രുതി രാവിലെ വെച്ച് ബാത്റൂമിലൊക്കെ പോയെങ്കിലും പല്ല് വെച്ചിട്ടില്ല, പല്ലിപ്പോഴത്തേക്കുന്നുള്ളൂ. അപ്പോൾ ശ്രുതി പാത്രം കൈ വെച്ച് നമുക്ക് ബക്കറ്റിലൂടെ എടുക്കാൻ വേണ്ടി പോവാണ്. കുടിക്കാനുള്ള കുപ്പിയിലൂടെ എടുക്കണം. അതാണ് മെയിൻ പരിപാടി. അതെടുത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് മീൻ വാങ്ങാനൊക്കെ പോവാം. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വരണം. പുള്ളി മീൻ വണ്ടിക്കാൻ അധികം ദൂരത്തിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് വരണം. നമ്മൾ പോട്ടെ. ഇവിടുന്ന് കുപ്പി 2 എല്ലാം എടുത്തില്ലേ? അപ്പം ഞങ്ങളുടെ വീഡിയോ തിരിച്ചേനെ. അപ്പോൾ നമുക്ക് ബാക്കിയായിട്ട് വെള്ളം എടുക്കണം. പിന്നെ കുപ്പിയിൽ വെള്ളം എടുക്കണം. അതാ മീൻ പരിപാടി. അങ്ങോട്ട് ഇവിടെ പോവാണ്. പോയി എടുത്തുകൊണ്ടിരാം. ശ്രുതി വേറെ റൂപ്പിൽ എടുക്കാൻ വേണ്ടി പോരിക്ക് പോരും. ഒരിക്കലും വെയിറ്റ് ചെയ്യാം. ശ്രുതി നടന്ന് അവിടെ എത്തി. പെട്ടെന്ന് പോട്ടെ. വെള്ളം എടുക്കുന്നത് വലിയ ചടങ്ങുകളൊക്കെ ഇവിടുത്തെ. ആ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമാണ്. കാരണം ഏറ്റവും ഹാർഡായിട്ടുള്ള ജോലിയാണ് വെള്ളം എടുക്കൽ. സൂക്ഷിക്കണം, വഴി കിടക്കണം, ഇറങ്ങിപ്പോക്ക് കുഴപ്പമില്ല കേസ്. ബാക്കിയിട്ട് വെള്ളം എടുത്ത് ഈ മല കയറി മല മുകളിൽ വല്ല ഏറ്റവും വലിയ പണി. അത്രയും വലിയ പണി, വേറെ വലിയ കഷ്ടപ്പാടില്ലാത്ത പണി. ഇവിടെ വേറെ വലിയ കഷ്ടപ്പാടുള്ള പണി നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും വലിയ കഷ്ടപ്പാടുള്ള പണി വെള്ളം കൊണ്ടുള്ളതാണ്. അതിനൊരു സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിനോട് വെള്ളം എടുക്കാൻ വേണ്ടി പോകണം. പുതിയ താഴത്തെത്തി പൈപ്പ് തുറന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകാം. ഞാൻ പോയിട്ട് കുപ്പിയൊക്കെ കൂടെ നിറച്ച് ആക്കട്ടെ. എന്നിട്ട് പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് വേണം അടുത്ത പണി ചെയ്യാനായിട്ട്. നമുക്ക് ഫുഡിനെ കാര്യം പ്രിപ്പയർ ചെയ്യണ്ടേ. വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പരിപാടി തോന്നാൽ പിന്നെ ഫുഡിനെ പ്രിപ്പയർ ചെയ്യാം. വെള്ളമില്ലേ? ഞാൻ മോട്ടർ അടിച്ചിട്ടെ. ഫുള്ളാണോ തുറന്നേക്കുന്നത്? വെള്ളമില്ല. അപ്പോൾ മോട്ടർ അടിച്ചിട്ടെ. ഞാൻ മോട്ടർ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഓഫായിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അവിടെ കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് മോളിൽ പോട്ടെ. പെട്ടെന്ന് ഇവിടം പ്രത്യേകിച്ച് വീടടുത്ത് പോയി പെട്ടെന്ന് പോട്ടെ. ശ്രുതി പോയി. അവൾ കുപ്പി മാത്രമേ ഉള്ളൂ. എനിക്ക് ബക്കറ്റൊക്കെ ഉണ്ട്. ആണ് ഏറ്റവും വലിയ പ്രശ്നം. ശ്രുതിക്ക് പെട്ടെന്ന് പോകാൻ പറ്റും, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോട്ടെ. ഫൈനലി വെള്ളമൊക്കെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞു. അതിനെ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വന്നതിന് ക്ഷീണം മാത്രം കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോട്ടെ. അല്ലാത്ത വയസ്സ് വെള്ളം കുടിക്കണ്ടേ. ഒരു വിപദം തീർന്നു അല്ലേ? അത് മല കയറിയുമ്പോൾ തീരും. അതിനെ കപ്പെടുത്തോ? പാത്രം എടുത്തോ? എടുത്തില്ലേ? എൻ്റെ ഫോൺ എടുത്തോട്ടെ. അപ്പോൾ ഞാൻ ശ്രുതി മീൻ വാങ്ങാൻ വേണ്ടി പോകണം. മീൻ വരും. അപ്പോൾ അതിനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിനോടുള്ള പരിപാടിയിലാണ് പോകുന്നത്. നമ്മളെ മീൻ വാങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയായി. ഇനി മല കയറണം. മലയുടെ മുകളിലേക്ക് ആണായിട്ട് ഒരു പ്രശ്നം. അതൊക്കെ നടക്കാം. നമ്മളിപ്പോൾ നടന്നാൽ 3 എത്തുമ്പോഴേക്ക് മീൻ കൊണ്ട് വരും. അയാളിപ്പോൾ അടുത്തെത്താനെന്ന് പറഞ്ഞായിരുന്നു. മീൻ ചേട്ടൻ വിളിച്ചാണ്. പുള്ളി അടുത്തെത്താനെന്ന് പറഞ്ഞ് നമുക്ക് പതുക്കെ പോവാം. കണ്ട കൈസ് നമ്മൾ നടന്ന് മലയുടെ മുകളിലെത്തി പതുക്കെ മീൻ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ്. ആ പുതിയ വീടിനോടൊപ്പം നിൽക്കാം. മീൻ വരാൻ വേണ്ടി മീൻ വണ്ടിക്കാരന് വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതന്നെ തേങ്ങയുടെ പ്രണാമം എന്താ പ്രയാണം. തേങ്ങയുടെ പ്രയാണം, മീൻ വാങ്ങാനുള്ള പ്രയാണം. തേങ്ങ ബാക്ക് പാക്ക് എടുത്തോ മീൻ വാങ്ങാൻ? എടുത്തു. പിന്നെ തേങ്ങ മാപ്പ് എടുത്തോ മീൻ പിന്നെ സ്ഥലം അറിയാനായിട്ട്? തേങ്ങയാണ് ഗൂഗിൾ അമ്മച്ചി. മാപ്പിൻ്റെ ആവശ്യമില്ല. വേറെ എന്തെങ്കിലും എടുക്കണുണ്ടോ? പറയൂ, എല്ലാവരും ഒരുമിച്ച് പറയൂ. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമ്മൾ എത്ര തന്നെ കടമുണ്ടെങ്കിലും മുഖം കറുപ്പിക്കാതെ നമുക്ക് വീണ്ടും കടന്നു ഇങ്ങോട്ട് വിളിച്ച് മീൻ വേണം മക്കളെ എന്ന് വെച്ച് കടന്നു ഒരേ ഒരു മനുഷ്യല്ലേ തേങ്ങ. അങ്ങനെ ഇപ്പോൾ നല്ല സ്നേഹമുള്ള മനുഷ്യനെ എനിക്ക് ഈ ലോകത്തിന് കാണാൻ വേണ്ടി തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. എന്താണ് തേങ്ങ നിൽക്കുന്നത്? തേങ്ങ എന്താണ് നിൽക്കുന്നത്? പറയൂ. ബട്ടർഫ്ലൈ കണ്ടു നിന്നാണോ? എന്ത് പഴം? തുടരിപ്പഴം. നമുക്ക് എല്ലാവർക്കും തുടരിപ്പഴം കഴിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തുടരിപ്പഴം കഴിക്കാൻ റെഡിയാണോ? ഇവിടെ വരികയാണെങ്കിൽ തരാം. ഒരെണ്ണം കിട്ടുള്ളൂ. ഇവിടെ വരികയാണെങ്കിൽ തരാം. ഞാൻ കഴിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തുടരിപ്പഴം വേണോ ഗൈസ്? വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരിക. അല്ല തേങ്ങ അതാണ് തേങ്ങയുടെ പ്രയാണം. നമ്മൾ മീൻ ലൊക്കേഷൻ എത്താറായി തോന്നുന്നു. മാപ്പിനോട് ചോദിക്കും എവിടെ എത്തിയെന്ന്. എത്താറായോ? ഓ, നമ്മൾ എത്താറായി. വെയിലിന് പരിരക്ഷ നൽകാൻ ഇവിടെ എന്താ ഉള്ളത്? തേങ്ങ പറയൂ. വെയിലിന് പരിരക്ഷ നൽകാൻ എന്താ ഉള്ളത്?
തെങ്ങുണ്ട്. തെങ്ങിന് നോക്കിയാൽ വെയിലിൽ നിന്ന് പരീക്ഷ കിട്ടും അല്ലേ തേങ്ങ? അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം മീൻ വരട്ടെ. മീൻ അവിടെ നിന്ന് തിരിക്കാം, വീണ്ടും അവിടെ നിന്ന് തിരിക്കും. നമുക്ക് ഇവിടെ നിൽക്കാം, മരുമോട്ട് പോയാൽ മതിയല്ല. എന്താണ് ലോട്ടറി അടിക്കണം അതിന്. അങ്ങനെയാണെങ്കിൽ ഒരു വീട് വാങ്ങാം. ഈ വർഷത്തെ ബമ്പർ നമുക്ക് ബമ്പർ നോക്കാം. ന്യൂ ഇയർ ബമ്പർ അടിച്ചാൽ നമുക്ക് എൻ്റെ വീട് വാങ്ങാം. പ്രശ്നം വാങ്ങാം. ഈ വീട് എൻ്റെ വീട് വാങ്ങിച്ചു നോക്കി ഞാൻ കാണിച്ചു തരും. നിന്റെ പേരിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ എന്നെ എന്റെ പേരിൽ വാങ്ങിച്ചാൽ നിന്റെ പേരിൽ വാങ്ങിച്ചത് നീ എന്നെ പഠിച്ചാലാ? അതില്ല, നീയാ തന്നെ പഠിക്കുക. ഞാൻ തന്നെ ഇത്ര പോകാറില്ല. എന്ന് എൻ്റെ അമ്മയുടെ പേര് വാങ്ങിച്ചാൽ ആയിക്കോട്ടെ. ഇത് എൻ്റെ പേര് നോട്ടുന്നേ. നിന്റെ അമ്മയുടെ പേര് നമുക്ക് അവിടെ വീട് വെക്കാം. ഇത് ആർജിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് പള്ളിക്കൽ എന്നിട്ട് പേരിലാണ്. ശ്രുതിന്ന് വാങ്ങിച്ചിട്ട് പള്ളിക്കൽ ഇട്ടാലും അപ്പോൾ നമ്മൾ ഈ വീടിനെ കുറിച്ച് ഇപ്പോഴേ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷെ എങ്കിലും സ്വപ്നം കാണാതെ തേങ്ങ സ്വപ്നം കാണുന്നതിന് ആർക്കും പൈസ അതാണ്. സ്വപ്നം കാണാൻ ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണല്ലോ. അത് സൈക്കോ അല്ല, അത് അസൂയാണ്. എന്ന് വെച്ചാൽ മുടി ഉള്ളവരെ കാണുമ്പോൾ മുടി വെട്ടണ്ടായിരുന്നു തോന്നും. മുടി ഇല്ലാത്തവരെ കാണുമ്പോൾ മുടി ഒന്ന് വെട്ടി സെറ്റാക്കിയാൽ കൊള്ളാൻ തോന്നും അല്ലേ? അത് സൈക്കോത്തരമല്ല, അതൊരു കുശുന്താണ്. കുയിന്താണ്. കുശുമ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ണിക്കടി എന്ന് പറയാം. അത് തേങ്ങയ്ക്ക് ആവശ്യത്തിക്കുള്ളുണ്ടല്ലേ തേങ്ങ? ഇല്ലേ? കണ്ണിക്കടി ഇല്ല നിനക്ക്? ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ചൊറല്ല, കണ്ണിക്കടി. എൻ്റെയും തേങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വീട് വാങ്ങണം എന്നുള്ളത്. വീട് വിൽക്കാണ്ടിരിക്കുകയാണ്. ഈ വീട് വിൽക്കാണ്ടിരിക്കാൻ അത് ഉറപ്പായിട്ട് നടക്കും. നമ്മൾ വാങ്ങിയിരിക്കും, അത് ഉറപ്പാണ്. ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 25. അതിന് മുമ്പ് ഈ വീട് നമ്മൾ വാങ്ങിച്ചിരിക്കും, അത് ഉറപ്പാണ്. വിൽക്കാനിട്ടിരിക്കുന്ന വീടായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം വാങ്ങും. നിന്റെ തേങ്ങ ആരും വാങ്ങിക്കണമെന്ന് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ആരും വാങ്ങിക്കാതിരിക്കട്ടെ, നമ്മൾ തന്നെ വാങ്ങിക്കും. നമ്മൾ പ്രാർത്ഥിക്കാം വേറെ ആരും വാങ്ങി പോവാതിരിക്കട്ടെ, നമ്മൾ വാങ്ങുന്നതായിരിക്കും അല്ലേ തേങ്ങ? അത് ചെയ്യാം. പറയൂ തേങ്ങ, എന്താ വിളിച്ചേ? നീ ഇതൊന്ന് കോർക്കും, എനിക്ക് ഭ്രാന്തില്ല. പൂ ഓൾറെഡി വൃത്തിക്കുണ്ടായിരുന്ന പൂവിനെ പറിച്ച് നിലത്തിട്ട് കോർക്കാൻ വേണം കഴുത. ഗോവർ കഴുത, തേങ്ങ ആസ്വതി. തേങ്ങ കഴുത കൊള്ളാം, അടിപൊളി. തേങ്ങ ചുമടയിൽക്കും തേങ്ങ കഴുത. നമ്മളിപ്പോൾ ഇതിലൂടെ വെയിറ്റ് മീൻ വാങ്ങാൻ വന്നിട്ട് രണ്ടുപേരും റോഡിൽ ഇരിപ്പാണ്. നോക്കി സമരം അതാണ് മീൻ വണ്ടി വരട്ടെ. അപ്പൊ മീൻ വണ്ടി ഇതേ വരുന്നു. മീൻ വണ്ടി തകർത്ത് ഓളടിച്ച് വരെ ഇടുന്നത് നമ്മളെ മീൻ വണ്ടി. ഇത് നമ്മളൊക്കെ ചാടി എഴുന്നേറ്റ് ഗൈസ്. വാ 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 ഓണടിച്ച്. ആരുമില്ല, പോരട്ടെ. അതാണ് ഗൈസ്, വേറെ മീനൊന്നും ഇല്ല. മത്തി ഉണ്ട്, മത്തി. ബാക്കിയെല്ലാം തീർന്നു ഗൈസ്. ഐസ് മാത്രമേ ഉള്ളൂ. മാവ എല്ലാം തീരുമ്പോഴാണ് ഇവിടെ എത്രയത്. അതാണ്. താങ്ക് യു. നമുക്കൊരു അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ താളിമാങ്ങ. അപ്പോൾ താളിമാങ്ങ ഇട്ട് മത്തിക്കറി വെക്കാനുള്ള പ്ലാനിലാണ് തേങ്ങ. 2-3 മത്തിട്ട് ബാക്കി നമുക്ക് വറുക്കാം, അതാണ് പ്ലാൻ. പിന്നെ റേഷൻ കടയിൽ പോകണം, വേണം സാധനം വാങ്ങണം. പിന്നെ താഴെ കടയിൽ അതാണ് ഇപ്പോൾ ഇനി പറ്റില്ല, നമ്മളിന്ന് നടന്നെത്തൂല. എന്നിട്ട് വേണം സാധനമൊക്കെ വാങ്ങാൻ. പിന്നെ കുറച്ച് പൈസ പറ്റും കടയിൽ കൊടുക്കാണ്ട് ഇല്ല തേങ്ങ പറ്റു കൊടുക്കാതെ കുറച്ച് 10-5 സത്യം പാവം ചേച്ചിയാണ്. നമ്മൾ പ്രശ്നം നമുക്ക് വീട്ടിൽ പോയിട്ട് മീൻ നോക്കാം ഗൈസ്. അപ്പോൾ അതൊക്കെ നടന്ന് വീണ്ടും വീടെത്തുമ്പോഴേക്കും സമയം കുറച്ചാവും. അതിനുശേഷം നന്നാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സമയം കുറച്ച് കൂടി ആവും, എന്നാലും കുഴപ്പമില്ല. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഇനി നടന്നതിൻ്റെ ക്ഷീണം റെസ്റ്റ് എടുത്ത ശ്രുതി മീനൊക്കെ പാത്രമാക്കുകയാണ്. എൻ്റെ മീൻ നന്നാക്കാൻ വേണ്ടി പോവാണ്. ഇല്ല തേങ്ങ മീൻ നന്നാക്കട്ടെ. കാണിച്ചേ അരി എത്ര എടുത്തിട്ടുണ്ട്? അത്ര അരി എടുത്തിട്ടുണ്ട് കേസ്. നമുക്കിന്ന് ചോറിനുള്ള അരിയാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫുഡ് നമ്മളെ ചോറാണ്, ചോറ് മീൻ കറിയാണ്. ചിലപ്പോൾ മീൻ വറക്കും അല്ലേ? അത് മീൻ അളവ് നോക്കിയിട്ട് വറക്കുള്ളൂ. മീൻ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ മുളകിട്ടല്ല മാങ്ങയിട്ട കറി എന്തായാലും വെക്കും. ശ്രുതി അരി ആണ് ആദ്യം കഴിയണം. അരി കഴുകിയിട്ട് നമുക്ക് ആദ്യം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ചോറാവണ സമയം കൊണ്ട് മീൻ കറി ഇട്ട് മീനുള്ള സാധനമൊക്കെ അടുക്കി വെക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് മീൻ കറി ആവുമല്ലോ. പിന്നെ മീൻ കറിയുടെ റെസിപ്പി നമ്മൾ യൂട്യൂബ് ബ്ലോഗിലുണ്ടാവും, നമ്മൾ താമസിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് റെസിപ്പി ബ്ലോഗ് എടുക്കുന്നതായിരിക്കും. കാരണം മാങ്ങയിട്ട മീൻ കറി നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വെക്കാൻ പോകണം അല്ലേ, വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ആദ്യമായിട്ട് വെക്കുന്നത് നമ്മുടെ സ്വന്തം മാങ്ങ താടി മാങ്ങ ഉപയോഗിച്ച് വെക്കണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. കാരണം മാങ്ങയിട്ട് വെക്കുമ്പോൾ പ്രത്യേക വേറെ റെസിപ്പി ചെയ്യണത്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അതിന്. നമ്മുടെ മീൻ കറിക്കുള്ള മാങ്ങയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ താടി മാങ്ങയാണ്. മീൻ നന്നായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി മീൻ നന്നായിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് നേരം കിടക്കുകയാണ്. എനിക്ക് ഒരുപാട് രാവിലത്തെ തുറന്നിട്ട് കിടന്നിട്ടില്ല. അപ്പോൾ എണീറ്റ് നിന്നിട്ട് ബ്രെയിൻ ഒരുപാട് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോയിക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ കുറച്ച് നേരം കിടന്നേക്കും ബ്രെയിൻ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ വേദന കുറച്ച് കുറയും. പക്ഷെ ഒരുപാട് നേരം കിടന്നാൽ പ്രശ്നമാണ്. കുറച്ചേരം കിടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് വേദന കുറച്ച് മാറ്റാൻ വേണ്ടി കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ ശ്രുതി മീൻ നന്നാക്കി തീരും. ഗൈസ്, നമുക്ക് കിട്ടിയ മാങ്ങ പഴുത്തുപോയി. അങ്ങനെ തിന്നാ വെച്ച് കറിയിടാൻ പറ്റില്ല. ഇങ്ങനെ തിന്ന വഴിയില്ല. തേങ്ങ ചെറിയ പുളിയുള്ളൂ, പക്ഷെ ആ മധുരമുണ്ട്. താടി മാങ്ങ ടേസ്റ്റാണ് ശരിക്കും. മാങ്ങ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ പുളിയും ഒരു മധുരമൊക്കെ എടുത്ത ടേസ്റ്റ് കൊള്ള റൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കറിക്കട വെച്ച് പ്ലാൻ ചെയ്ത സാധനം, പക്ഷെ പഴുത്തുപോയി. തേങ്ങ ഞാൻ തോര എറിഞ്ഞുകൊണ്ട് ഇതപ്പോഴാണ് നല്ല മണവും ഓറഞ്ച് കളറും. എന്തായാലും മാങ്ങ വേണം. അപ്പോൾ ശ്രുതി മാവിൽ വല്ല മാങ്ങയുണ്ടോ നോക്കണം വന്നിരിക്കുന്നത്. മാങ്ങ ഒന്നും കാണുന്നില്ല. എവിടെയൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ പറിക്കാൻ വേണ്ടി നോക്കുന്നത് കറിക്ക്. ശ്രുതി മാങ്ങ പറിക്കാൻ മലയുടെ മുകളിൽ വീടിൻ്റെ മുകളിൽ കയറി നിൽപ്പുണ്ട്. പക്ഷേ എത്തൂല കൈസ്. അത് വേറൊരു പ്രശ്നം. ഒരുപാട് മുകളിലായിപ്പോയി അല്ലേ. ഞാൻ കയറി എത്തുമോ? നീ എങ്ങനെ കയറി? ഞാൻ നോക്കട്ടെ. ഇതാണ് നീ മീൻ കറിക്കിടാൻ പറ്റുള്ള മാങ്ങ. വായി പോണ്ട. മീൻ കറിക്കിട്. കറിക്ക് വളർന്നില്ല അങ്ങോട്ട്. ഞാക്കളെ കാണിക്കല്ലേ. നീ പോയി വാങ്ങ കൊടുക്കുന്നില്ലേ. മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മീൻകറി ശ്രുതി മീൻ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞു. തേങ്ങ ഇട്ട് കഴിഞ്ഞു അല്ലേ. വേറെ രീതിയിലാണ് ശ്രുതി റെസിപ്പി ചെയ്യുന്നത്. പുതിയ റെസിപ്പിയാണ്. നോക്കാം. ഇത് സക്സസ് ആണെങ്കിൽ നമ്മൾ റെസിപ്പി പറയുന്നത് ഇവിടെ തേങ്ങ. ഇത് ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ദിവസം ഉണ്ടാക്കുമ്പോൾ റെസിപ്പി ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും അല്ലേ. പ്ലാൻ ചെയ്തേക്കുന്നത്. മുകളിലൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. നല്ല പ്രകൃതി രമണീയമായ അവസ്ഥ. വിശന്നിട്ടാണെങ്കിൽ കൂടുതൽ കഴിയുന്നൊരവസ്ഥ. പെട്ടെന്നാവോ തേങ്ങ മീൻ കറി? എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. വേറൊരു പ്രത്യേകമുണ്ട്. സമയം ഏകദേശം 1:30 1:30 35 ഇത്രയായിട്ട് ഭക്ഷണം കഴിച്ചില്ല. ഇന്നലെ രാത്രി മുതലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ചത്. എനിക്ക് കഞ്ഞി ചുടുകഞ്ഞി ഇഷ്ടമുണ്ട്. പഴങ്കഞ്ഞി ഇഷ്ടം. ചുടുകഞ്ഞി ആയതുകൊണ്ട് ഞാൻ വന്നിട്ട് കഴിച്ചില്ല. പഴങ്കഞ്ഞി ആയിരുന്നു ഞാൻ ഒരു ചട്ടി കുടിച്ചേന്. എന്തായാലും വീട്ടിൽ മീനൊക്കെ വറുത്തു. കറിയും വെച്ചിട്ട് മീൻ വറുത്തതും കറിയും. കുക്കുമ്പർ കഴിഞ്ഞാൽ പിന്നെ ചോറുമാണ് കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ ശ്രമിച്ചു. ചോറ് പോയി കുടിക്കാം. ഇത് ചോറൊക്കെ ഇന്നത്തെ കളഞ്ഞു പോകുമ്പോൾ കുഴപ്പമില്ല. കസേര ഫുള്ള് മണ്ണല്ലേ. അപ്പോൾ നെറ്റ് വീണും കസേര വീണും തുള്ളിയല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ ഈ വീഡിയോ എടുത്ത് അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഇതാക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് 2 പേർക്കുള്ള ചോറാണ്. അതുകൊണ്ട് ആരും ഞെട്ടരുത്. ആയിക്കോട്ടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന കാണിക്കാൻ വിട്ടുപോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചത് കേസ്. ഇപ്പോൾ ഫുഡ് കഴിച്ച് വിട്ടുപോയി. ഞാൻ റീൽ എടുക്കുന്ന കാര്യത്തിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നപ്പോൾ ബ്ലോഗ് എടുക്കുന്നതിന് വിട്ടുപോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ അലക്കി കുടിക്കാനും ബാക്കിയുള്ള വീട്ടിലേക്ക് പോകാനും റേഷൻ കടയിൽ പോകാനൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീടേക്ക് ചെയ്യുക. സമയമുണ്ട്. കാരണം ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചതിന് സ്ഥിതിക്ക് ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ
ഒരു 2 മണിയല്ല 3 മണി 6 2:50 സംതിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിപ്പോൾ കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പോയി അരക്കി കുടിച്ചിട്ട് നമ്മൾ റേഷൻ കടയൊക്കെ പോകുമ്പോൾ സമയം കറക്റ്റായിരിക്കും ഒരു തേങ്ങ. അപ്പോൾ അതിലേക്കും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇന്നിപ്പോൾ കുറേ അങ്ങോട്ടും കൂടെ നടത്തുന്നതൊക്കെ ആയിരുന്നു മഴയുടെ വെള്ളം കൊടുത്തുകൊണ്ടല്ലോ അതൊക്കെ ആയിട്ട് വീണ്ടും വിശക്കണം കൈ ശ്രുതി വീണ്ടും ഭക്ഷണിക്കാണ്ടി പോവാണ്. വയറിൽ കൊക്ക പോയിട്ട് തോന്നുന്നു. ഞാൻ ഓൾറെഡി എനിക്ക് വിശപ്പില്ല, കഴിഞ്ഞാത്ത കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞ് ശ്രുതിന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ആ സമയം കൊണ്ട് സിനിമ വെറുതെ കണ്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആ ശ്രുതിയുടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ആരെ കുടിക്കാൻ വേണ്ടി പോകും. എൻ്റെ തേങ്ങ അവിടെയൊക്കെ പറമ്പിലെ കാലൊക്കെ ഉണ്ട്, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്ത് ജീവിയാണ്? ആ വാഴത്തത്താണ് ശ്രുതി. ആ ട്രുക്കും ട്രുക്കും എന്ന് പറയുന്നത് വാഴത്തത്താണ് ശ്രുതി പറയണത്. എന്തോ തത്ത എന്തിനായിക്കോട്ടെ. അല്ല അവിടെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, മനുഷ്യരുടെ. അത് മുകളിലത്തെ വീട്ടിൽ അവരുടെ ആയിരിക്കും അല്ലേ, അവരുടെ ശബ്ദമാണ് ഇവിടെ വരെ കേൾക്കണത്. പക്ഷെ മനസ്സിലാവില്ല എന്താ പറയണത്, പക്ഷെ കേൾക്കാം. നമ്മളിങ്ങനെ ഇവരാണ് ഇവിടുത്തെ താരം, ഈ ഉറുമ്പ് അതുപോലെ ശ്രുതിയുടെ ഭക്ഷണം കഴിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി ഇന്ന് വിശപ്പ് കൂടുതലാണ്, സാധാരണ ഇങ്ങനെ കഴിക്കാത്താണ്. കണ്ടുപിടുത്ത മീൻകറി ഇഷ്ടപ്പെട്ടാ ആയിക്കോട്ടെ, കൊള്ളാം. കഴിക്കി ഞാൻ കുറച്ച് ദിവസം കൊണ്ടിരിക്കട്ടെ ഗൈസ്. അവന് പ്രാന്തായി ഉച്ച വരെ വന്നിട്ട് പോയത്. അവൻ പോയി ഗൈസ്, ചോറ് വെച്ച് കൊടുത്തു. അവൻ ചോറ് കഴിക്കാതെ ചോറ് കുടിച്ചിട്ട് അവന് ഈ കാട്ടിലൊക്കെ കിടന്ന് ഉരുണ്ട് മെഴുകായിരുന്നു. അത് വേണ്ട വേസ്റ്റ് പോയി തിന്നിട്ട് അവിടെ പുളിയുറുമ്പത്രം കയറി നേരത്തെ കയറി. അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടി അവൻ കുറേ പുല്ലിലേക്ക് കിടന്ന് മറിഞ്ഞ് നമ്മുടെ ചീര തൈയൊക്കെ അവൻ ഓടിച്ച് നശിപ്പിച്ച്. സൈക്കോ അവൻ പോയാ. അപ്പോൾ ഗൈസ് ശ്രുതി എനിക്ക് എണ്ണ വെച്ചിരുന്നു തല്ലിട്ട്. ഞാൻ കുറേ ആയിട്ട് എണ്ണ വെച്ചില്ല, ഭയങ്കര താരണ്ട് തല്ലിട്ടില്ല. തേങ്ങ ഇഷ്ടം പോലെ തണച്ച് ഇഷ്ടം പോലെ താനുണ്ട്. അപ്പോൾ എണ്ണ വെച്ചിട്ടാണ് അതിന് ശേഷം പോയി കുടിക്കാൻ വെച്ചിട്ട് പ്ലാനിലേക്ക് ഇരിക്കണേ. എണ്ണ വെച്ചിട്ട് നമുക്ക് കുടിച്ച് ഫ്രഷ് ആവാനായിട്ട്. എൻ്റെ തേങ്ങ പതുക്കെ ചെയ്താൽ മതി. ഞങ്ങൾ എണ്ണ വെച്ച് ഞാൻ അലക്കുന്നില്ലല്ലോ, ഇന്ന് അലക്കാൻ വയ്യ കൈ, സമയമില്ല. സിനിമ കണ്ടിരുന്ന സമയം അവരോട് പോയി. അപ്പോൾ ഇന്ന് അലക്കുന്നില്ല, നാളെ അലക്കുള്ളൂ. നമ്മളെ മറ്റേ തേനീച്ചകൾക്ക് കയറാൻ വേണ്ടി കൂട്ടി പോയ ചാടുന്നത്. അതാണ് എല്ലാം കൂടി ഇവിടെ മൂടി കിട്ടിയിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും എണ്ണ ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ശ്രുതി തേച്ച് സെറ്റായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ശ്രുതിക്ക് പറ്റില്ല, കാരണം തലയോട്ടിയില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ശരിയാക്കണം. ശ്രുതി അവിടെ ഇരുന്ന് ശ്രുതിയുടെ തലയ്ക്ക് തേക്കാൻ വേണ്ടി പോകാൻ സമയം കൊണ്ട് ഞാൻ റൈറ്റ് സൈഡത്തെ എണ്ണ തേക്കൽ വൃത്തിക്ക് ആക്കിക്കൊണ്ടതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആകാം. ഇത്രയുടെ അലക്കി കുളിക്കുക, വെള്ളം എടുക്കുക. അലക്കുന്നില്ല, കുളിക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ അലക്കാം. ഇന്നലെ അലക്കിയില്ല, ഇന്നും അലക്കിയില്ല. നാളെ അലക്കാൻ അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നാളെ അലക്കാൻ നല്ലത്. ഇന്ന് സമയം ലേറ്റായി പോയി. ഞങ്ങൾ ഒരു സിനിമ കണ്ടിരുന്ന് ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് നാളെ അലക്കാം, അതാണ് നല്ലത്. ശ്രുതി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് കുളിച്ചിട്ട് വരാം ഗൈസ്. കുളിച്ച് പ്രശ്നം തലയ്ക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. കുറേ ആയതുകൊണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് വൃത്തിക്ക്. കുറേ എണ്ണ വെച്ചിട്ടില്ല, കുറേ ആയിട്ട് എണ്ണ വെച്ചിട്ടില്ലായിരുന്നു. ഒരു വർഷമായിരുന്നു എണ്ണയൊക്കെ നിർത്തിയിട്ട് അല്ലേ, 1 ഇയർ കൈ എണ്ണയൊക്കെ നിർത്തിയിട്ട്. ഇത് നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് എണ്ണ വെക്കണം, കാരണം താരം കൂടി വരും എണ്ണ വെക്കാത്തതുകൊണ്ട്. എണ്ണ വെച്ചാൽ കുറേയൊക്കെ താരം കുറയും തോന്നുന്നു അല്ലേ. നമ്മുടെ കുടല് ശരിയാകാൻ മാറുന്ന ശ്രുതിയാണത്. സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കുടല് ശരിയാണ്. പക്ഷേ എണ്ണ വയ്ക്കുമ്പോൾ കുറച്ച് തലവേദന കുറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തലവേദനയ്ക്കുണ്ട്. ഞാൻ എണ്ണ വെക്കാതിരുന്ന മെയിനായിട്ട് തലവേദന കാരണമാണ്. കാരണം എണ്ണ തേക്കുമ്പോൾ അങ്ങോട്ടും ഇട്ട് തലയിൽ ഇട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണ്ടേ. അപ്പോൾ കൈയിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് വിരലിട്ട് ഇളക്കുമ്പോൾ എൻ്റെ തലയോട്ടില്ലാത്ത സൈഡ് തട്ടുമ്പോൾ ഭയങ്കര പെയിനാണ്. അത് കുറേ ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തലവേദന തുടങ്ങുക. അതാണ് മെയിനായിട്ടും എണ്ണ തേക്കാൻ മടി കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തായാലും കുഴപ്പമില്ല വെച്ച് 2 കൽപ്പിച്ച് നമ്മൾ എണ്ണ വെച്ച് പിടിപ്പിച്ച് കുഴപ്പമില്ല. അവിടെ താരം പോണ്ടേ, അല്ലാതെ എന്ത് പറ്റും. നമുക്ക് കുളിക്കാൻ പോവാം. താഴത്തോട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഒറ്റ നടക്കാം. ഈവനിങ് വാക്കിന് പോകണം, അതാണ് അടുത്തൊരു അടി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് നന്നായിട്ട് ലേറ്റായി.
അതുകൊണ്ട് ഒത്തിരി നേരം ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇല്ല അറിയാ നമ്മളെന്തായാലും നടക്കാൻ പോയിട്ട് വരാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് താഴെ മെയിൻ റോഡ് ഇറങ്ങി. ഇവിടെ സ്ഥലം ഇടിച്ചേക്കുന്നു ഗൈസ്. ഇനി സ്ഥലം വാങ്ങിച്ചിടിച്ചാണോ ഇനി മണ്ണിടിഞ്ഞ് വീണതാണോ ആർക്കറിഞ്ഞൂടാ. സ്ഥലം വാങ്ങിച്ചിടിച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. JCB വെച്ച് മാന്തേക്കാണ്. എന്തൊറ്റോ ഞങ്ങളുടെ അതിന് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ വേണ്ടി ഇടിച്ച് വീട് വെക്കാൻ വേണ്ടി പോകണോ എന്തിനെന്തോ ആൾക്കറിഞ്ഞൂടാ. നമുക്കൊന്ന് ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കാൻ വേണ്ടി നോക്കാം. ചിക്കൻ കറി മണത്ത് ആ മണം ആസ്വദിച്ചിരിക്കാൻ നല്ലത്. വാങ്ങിച്ച് കഴിക്കാനുള്ള ഭാഗ്യമൊന്നും ഇപ്പോൾ നമുക്കില്ല. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. ഇവിടെ ആരോ സ്ഥലം വാങ്ങിച്ച് മണ്ണിടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇവിടെ വീടെന്താ വെക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നു. പോവാണ് ഗൈസ്, തിരിച്ചു പോവാണ്. ഇരുട്ടായി തുടങ്ങി. ക്യാമറയുടെ കാണാൻ പറ്റും വെട്ടം. നേരത്തെ ഉണ്ടായിരുന്ന വെട്ടവും ഇപ്പം ഉണ്ടാകുന്ന വെട്ടം മനസ്സിലാൻ പറ്റും. ക്യാമറയുടെ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ ലൈറ്റ് എത്തുന്നുണ്ട്. നമുക്കിനി പതുക്കെ മലറി വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം നടന്ന് വന്നതിൻ്റെ റെസ്റ്റ് എടുക്കും. പിന്നെ ഭക്ഷണം കഴിക്കുക, ശ്രുതി, അതൊക്കെ നമ്മുടെ പരിപാടി. ഇങ്ങനെയൊക്കെ നമ്മുടെ ഡേ മൈ ലൈഫ് പോകുന്നത് തട്ടിമുട്ടിയൊക്കെ. ഇന്നത്തെ ദിവസം ഡേ മൈ ലൈഫിൽ വളരെ ശോകമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻസ് ഫുള്ളും പ്രശ്നങ്ങളായിരുന്നു. അല്ലേ തേങ്ങ? അതൊക്കെ അത്രേ ഉള്ളൂ. കിടന്ന് കാറട്ടെ, എല്ലാം നമ്മൾ പറ്റും. അവരിങ്ങനെ മുറവോടിയിട്ട് കൂട്ടുകയാണ്. എന്തിനാന്ന് അറിഞ്ഞൂടാ, വെറുതെ കിടന്ന് കാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ കുറേ മനുഷ്യർ. നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പ്രശ്നമോടും സ്ഥിതി. അത് എന്താണ് പണം നോക്കൂല. എനിക്ക് വേണ്ടി ഒരു മാറിയിട്ടില്ല, പിന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അല്ല പിന്നെ നമ്മളിന്ന് പതുക്കെ നടന്ന് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ സമയമാവും. ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം നടന്ന് വന്നിട്ട് ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം കൂടി ചിരിക്കും. എന്നിട്ടതിന് ശേഷം ബാക്കിയുള്ള വീടുകളിൽ കിടക്കും. കയറുന്നു നിങ്ങൾക്ക് വീടാൻ മനസ്സിലാവും ഗൈസ്. അത്രയും അത് കുത്തിനുള്ള കയറ്റമാണ്. അത് കണ്ടില്ലേ? വണ്ടി വരുന്നുണ്ട്, അത് മാത്രമേ വെട്ടുള്ളൂ, ഇനി വെട്ടില്ല. ആ വണ്ടിയുടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള ടോർച്ചാണ് വെട്ടുന്നത്. തേങ്ങ അതുകൊണ്ട് ഫുള്ള് ഇരുട്ടല്ലേ. ആ വണ്ടി പോകുന്നിടത്ത് മാത്രമേ വെട്ടുള്ളൂ, വേറെ ഇരുട്ടല്ലേ ഗൈസ്. ഇതാണ് അവസ്ഥ, നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. എന്താണ് നടക്കാൻ വയ്യ ഗൈസ്. ഇരിക്കുന്ന ഇരുട്ടും കൂടിയാണ്. ടോർച്ച് അടിക്കും, എന്നെ മുഖത്തേക്ക് എടുക്കുക, താഴത്തേക്ക്. ഈ ടോർച്ചിന് വെട്ടം മാത്രം ഇത്രയും വെട്ടം കണ്ടോ. ഒരു മിന്നൽ വെട്ടം വെച്ച് ഇവിടം വരെ എത്തുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ടോർച്ചിന്റെ പവർ. പവറിന് എന്നാൽ കാണിച്ചു കൊടുക്കണം തേങ്ങ. വീട്ടിൽ പോവാം. നമ്മൾ ഈവനിങ് വാക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി. വീണനെ കാലിനി പോയി. ഇനി കുറച്ച് കഴിഞ്ഞ് ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് അതിലേക്ക് കട്ടോളത്തിൽ വെച്ചിട്ടുണ്ട്. ഫോണൊക്കെ വെച്ച് ഫസ്റ്റ് ശ്രുതിനെ കഴിച്ചോട്ടെ. ശ്രുതി കഴിച്ചോട്ടെ. എങ്ങോട്ട് പറയട്ടെ, എങ്ങാണ്ട് തേങ്ങ ഫുഡൊക്കെ. മീൻകറി ഇന്ന് സ്പെഷ്യൽ റെസിപ്പിയാണല്ലോ. എന്താണ് അവസ്ഥ റെസിപ്പിയുടെ? ഇത്ര നേരമായപ്പോൾ റെസിപ്പി ടേസ്റ്റ് ആയോ? എങ്ങനെയുണ്ട്? കൊള്ളാവാ? ശ്രുതി കഴിച്ചോളെങ്കിൽ ഞാനും കഴിക്കട്ടെ. ഇന്നത്തെ ഫുഡ് കൂടെ കഴിക്കാൻ വേണ്ടി അടുത്ത റെഡി. ഞാൻ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പരിപാടി ചെയ്യുമല്ലോ, പെട്ടെന്ന് കഴിക്കാമല്ലോ. രണ്ടുപേരും ഒറ്റപ്പെട്ട് കഴിക്കണത്. നമ്മൾ സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരു വീടാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒറ്റപ്പെട്ട് കഴിക്കണതാണ്. അല്ലാതെ പ്ലേറ്റ് കഴുകാൻ മടിയായിട്ടില്ല, അല്ലേ തേങ്ങ? അതാണ് എൻ്റെ വീട്ടിൽ കഴിട്ട് വരാണ് സുധീര പണ്ട് പോലെ ഇഷ്ടം, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആദ്യം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? കൊള്ളാം. കറി ഇരുന്ന് എനിക്കൊരു പേടിയായിരുന്നു ഫെയിൽ ആവുമെന്ന്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. നമുക്കിത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മീൻ വറുത്തതും ആ മീൻ കറിയും തന്നെയാണുള്ളത്. അപ്പം എന്തായാലും കഴിച്ചിട്ട് കാണാം. അടുത്ത പരിപാടി ഗുളിക കഴിക്കലാണ്. കഴിച്ചോട്ടെ. അപ്പോൾ ഫൈനലി ആദ്യം ഗുളിക കഴിച്ചു. ഞാൻ ഗുളിക അതിന് മുന്നേ കഴിച്ചു ഗൈസ്. എൻ്റെ ഗുളിക ഞാൻ കഴിച്ചു. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, കിടന്നുറങ്ങാം. ഞാൻ കഴിക്കാൻ സമ്മതിക്കൂല.
ഞാനാ ഗുളിക കഴിക്കണത് കാണണ്ടാന്ന് ചുമ്മാ ഗൈസ് ഞാൻ മുമ്പേ കഴിച്ചു. നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ. ശരിയല്ല അത്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഗൈസ്. Yeah. നമ്മളെ എല്ലാ ഇന്നത്തെ വിശേഷം ഡൈമലി ഫീൽ എത്ര നമ്മൾ വിശേഷങ്ങളുള്ളൂ. Yes. എനിക്ക് ഇന്ന് ഡൈമലി വളരെ ചെറുതായിട്ട് എടുത്തേക്കുന്നല്ലേ. കുഞ്ഞ് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിന്ന് റേഷൻ കടയിൽ പോയിട്ടില്ല, നാളെയാണ് നമ്മൾ റേഷൻ കടയിൽ പോവുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന് സിനിമ കണ്ട് സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ആജെ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം മറക്കരുത്. പിന്നെ നിങ്ങൾ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക, കമന്റ്സിൽ നല്ല രീതിയിൽ രേഖപ്പെടുത്തുക, നല്ല ഇഷ്ടം പോലെ. ഞാൻ ഇങ്ങനെയാണ് ഗൈസ്. എനിക്ക് ആർക്കും പാവം എന്റെ കൊച്ചു ആർജയ്ക്ക് വേണ്ടിയിട്ട് പോലും എനിക്ക് മാറാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറുന്ന ഒരു വ്യക്തിയല്ല. തെറി വിളിച്ചു എന്നുള്ളതിന് സോറി. ഞാൻ എന്താ പറയാ, ആർജനെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ പരേ തെറി വിളിച്ചിട്ടാണ് എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും എനിവേ സോറി ഗൈസ്. എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ആർജെ.